ചൈന കൂടി പിൻവാതിലിൽ കൈകോർത്തതോടെ ഇറാൻ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇറാനിൽ നിന്ന് പ്രത്യാക്രമണം ഉണ്ടായത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും വ്യോമസേനാ ആസ്ഥാനവും ലക്ഷ്യമിട്ട് അതിശക്തമായ മിസൈലാക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. ഇറാൻ വിപ്ലവ ഗാർഡാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഖൈബർ ഷെഖാൻ എന്ന അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളാണ് ഈ ദൗത്യത്തിനായി ഉപയോഗിച്ചതെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രതിരോധ കവചമായ അയൺ ഡോമിനെ ഭേദിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നേരെ നേരിട്ടുള്ള ആക്രമണമാണ് നടന്നതെന്ന് ഇറാൻ ഗാർഡ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഹൃദയഭാഗത്തെ തന്നെ പ്രകമ്പനം കൊള്ളിക്കുന്നതാണ് ഈ നീക്കമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പുറമെ ഇസ്രായേലിന്റെ വ്യോമസേനാ കമാൻഡറുടെ ആസ്ഥാനവും തങ്ങളുടെ മിസൈലുകൾ തകർത്തതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അതീവ പ്രഹരശേഷിയുള്ളതും ഇസ്രായേലിന്റെ റഡാറുകളെ വെട്ടിക്കാൻ ശേഷിയുള്ളതുമായ പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈലാണ് ഖൈബർ ഷെഖാൻ. ഇത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ പരാജയപ്പെടുത്തി ലക്ഷ്യസ്ഥാനത്ത് പതിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ നടത്തുന്ന പ്രത്യാക്രമണങ്ങളുടെ ഭാഗമാണിതെന്ന് IRGC വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണത്തിൽ ഇസ്രായേലിന് ഭാഗത്തുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചോ പ്രധാനമന്ത്രി സുരക്ഷിതനാണോ എന്നതിനെക്കുറിച്ചോ ഇസ്രായേൽ സൈന്യം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വാഹനമായ വിങ് ഓഫ് സയൺ ഇസ്രായേൽ വിട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇറാൻ തിരിച്ചെടുക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് വിങ് ഓഫ് സയണിൽ കയറി നെതന്യാഹു രാജ്യം വിട്ടത്. വിമാനം ജർമ്മനിയിൽ എത്തിയതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധ സാഹചര്യത്തെ തുടർന്ന് സുരക്ഷ മുൻനിർത്തിയാണ് വിങ് ഓഫ് സയൺ ബെർലിനിലെ വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ഇറാനുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. എന്നാൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ തുടരുമെന്നും ഇറാൻ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാറിജാനി ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇറാനുമായുള്ള സൈനിക ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം നിലവിൽ പുറത്തുവിട്ട കണക്കുകളേക്കാൾ വളരെ കൂടുതലായിരിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ന്യൂയോർക്ക് ടൈംസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം 5 സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വിവരം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ 3 സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക സ്ഥിരീകരണമെങ്കിലും യഥാർത്ഥ കണക്ക് ഇതിലും വളരെ ഉയർന്നതാകാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. പിന്നാലെയാണ് കോംപ്രമൈസ് ചർച്ചയ്ക്കായി ട്രംപ് ഇറങ്ങിയത്. സൈനിക രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ കണക്കുകൂട്ടൽ പ്രകാരം മരണസംഖ്യ ഇനിയും വർദ്ധിച്ചേക്കാമെന്നും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. ഔദ്യോഗികമായി 3 മരണങ്ങൾ മാത്രമാണ് പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഡസൺ കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നുമുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന സൈനിക താവളങ്ങളിൽ നിരവധി പേർ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ആക്രമണമുണ്ടായെന്ന് പറയപ്പെടുന്ന വിമാനങ്ങളിലും യുദ്ധക്കപ്പലുകളിലും ഉണ്ടായിരുന്നവർക്കും ആളപായം സംഭവിച്ചിട്ടുണ്ടാകാമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം വലിയ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം. കുവൈറ്റിൽ US വിമാനങ്ങൾ തകർന്നതും ബഹ്റൈനിൽ നാവിക താവളങ്ങളിൽ മിസൈലുകൾ പതിച്ചതും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന വലിയ ആഘാതങ്ങൾക്കായി പൊതുജനങ്ങളെ മാനസികമായി തയ്യാറെടുക്കുകയാണ് ട്രംപ് ചെയ്യുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. ഇറാന്റെ പുതിയ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് അറിയിച്ചിരുന്നു. പുതിയ നാശനഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കമെന്നാണ് സൂചന. എന്നാൽ അമേരിക്കയുമായി യാതൊരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന കർശന നിലപാടിലാണ് ഇറാൻ സുരക്ഷാ കൗൺസിലർ മേധാവി അലി ലാറിജാനി സ്ഥിരീകരിക്കുന്നത്. അടിക്ക് തിരിച്ചടി മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളതെന്നും ഇസ്രായേലിനെ തീർക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ഇറാൻ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നെതന്യാഹു ഇതുവരെ ലൈവായി പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടുവെന്ന രീതിയിലുള്ള വാർത്തകളും ഇറാൻ പ്രചരിപ്പിക്കുന്നുണ്ട്.